മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മോഹൻലാൽ ഇതാ വേദിയിലേക്ക് അല്പസമയത്തിനകം കടന്നു വരുന്നു. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ആതിഥേയത്വം വഹിച്ച ഈ കേരള സ്കൂൾ കലോത്സവത്തിന്റെ പൂക്കളുടെ നാമധേയത്തിലുള്ള 25 വേദികളിൽ 249 ഇനങ്ങളിലായി 15,000-ഓളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കഴിവുകൾ ഈ 5 ദിനരാത്രങ്ങളോളം കാഴ്ചവെച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും കലാപ്രേമികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൗമാര കലോത്സവം 5 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലെ കലാപ്രതിഭകൾ മാറ്റുരച്ച വിസ്മയ പ്രകടനങ്ങളുടെ അന്തിമ വിധിയെഴുത്ത് ആരവത്തോടെ പ്രഖ്യാപിക്കുന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷത്തിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കലോത്സവത്തിന്റെ ജനറൽ കോർഡിനേറ്ററുമായ ശ്രീ ഉമേഷ് NSK IAS ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നാട്ടുകാരെ, കുട്ടികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 64ാമത്തെ കേരള സ്കൂൾ കലോത്സവം 5 ദിവസം 249 ഇനങ്ങൾ, ഏകദേശം 14,000 കുട്ടികൾ, 25 വേദികൾ, 20 താമസ കേന്ദ്രങ്ങൾ, ഒരു സിറ്റി, ഒരു നഗരം. നമ്മുടെ കുട്ടികളുടെ കലാസാംസ്കാരിക കഴിവുകളെ വേദിയാക്കാനുള്ള ഒറ്റ ലക്ഷ്യം. അതാണ് 64ാമത്തെ കേരള സ്കൂൾ കലോത്സവം. ഈ 64ാമത്തെ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന ചടങ്ങാണ് ഇന്ന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ കലോത്സവത്തിന് വേണ്ടി സ്വന്തം ഫംഗ്ഷൻ പോലെ, സ്വന്തം വീട്ടു കല്യാണം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ടേക്കപ്പ് ചെയ്ത് നമ്മളെ ലീഡ് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ സാറാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. സാറിനെ വളരെ സ്നേഹത്തോടെ, വളരെ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാറാണ്. സാർ അല്പസമയത്തിൽ തന്നെ എത്തിച്ചേരും. സാറിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സർ. ഈ സമാപന യോഗത്തെ ആവേശഭരിതമാക്കുന്നത് നമ്മുടെ മലയാളികളുടെ അഭിമാനം ശ്രീ മോഹൻലാൽ ആണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചേരുകയും ഈ കലോത്സവത്തിൻ്റെ ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറുകയും ചെയ്യുന്നതിനും നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിനുമായി എത്തിച്ചേർന്നിട്ടുള്ള പത്മഭൂഷൺ ശ്രീ മോഹൻലാലിനെ ഈ സമാപന യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം തൃശൂർ ജനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ AM ഷംഷീർ അവർകളാണ്. ശ്രീ AM ഷംഷീർ അവർകളെ വളരെ സ്നേഹപൂർവ്വം ഈ സമാപന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവം തൃശൂർ വച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഘട്ടം മുതൽ നമുക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്ന് ഈ കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം നിർവഹിച്ച നമ്മുടെ കുട്ടികളുടെ വളരെ ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർ ഈ സമാപന യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സാറിനെയും ഈ സമാപന യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കലോത്സവത്തിൻ്റെ വിജയത്തിനായി നമ്മോടൊപ്പം ഈ നാളുകളിൽ ചേർന്ന് പ്രവർത്തിച്ച തൃശ്ശൂരുടെ സ്വന്തം മന്ത്രി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അവർ